പ്രിയപ്പെട്ട ബാപ്പമാർക്ക് വിഷമം വരരുത്. ഉള്ളത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും സഹിക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, പള്ളിയിലേക്ക് നമസ്കരിക്കാമെന്നോ, പള്ളിയിലെ ഇമാമിന്റെ പുറകിൽ നിന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് നാട്ടുകാരുടെ പച്ചയിറച്ചി തിന്നുന്ന വാപ്പാ, പള്ളിയിലെ കമ്മറ്റിക്കാരുടെ ഇറച്ചിക്ക് വല്ലാത്ത രുചിയാ, പള്ളിയിലെ ഖതീബിന്റെ ഇറച്ചി വല്ലാത്തതാ. ശവം തിന്നി ഉറുമ്പുകളെ പോലെ കണ്ടവന്റെ ഇറച്ചി തിന്നുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇങ്ങനെ കഴിയുന്ന മനുഷ്യ, 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാ, അയൽവാസികളായ പെണ്ണുങ്ങൾ ഒരു സ്ഥലത്തൊരുമിച്ച് കൂടിക്കഴിഞ്ഞ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നാട്ടിലെ സ്വാലിഹത്തായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കുറിച്ച് എന്തെല്ലാം പറയുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്ക്, നിങ്ങൾ ചിന്തിക്ക്. ഈ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കും, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പള്ളിയുടെ പടിയിലിരുന്നിട്ട് ആ നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഒന്നീ പള്ളിയിലെ ഇമാമിന്, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദന്മാർക്ക്, അല്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിക്കാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർക്ക് കൊടുത്തിട്ട് ഗേറ്റിന് വെളിയിൽ ഇറങ്ങും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ, പള്ളിയുടെ പടി അങ്ങനെ ഒരു എഴുത്തുകൊണ്ട് അസറൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വിഭാഗം ഇറച്ചി തിന്നുന്ന ഒരു വിഭാഗം, ശവം തിന്നി ഉറുമ്പുകളെ പോലെ താടിക്ക് വലിയ നീളം കാണും, 5-6 തഴമ്പ് നെറ്റി കാണും, ജുബ്ബയും തൊപ്പിയും ധരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചില എണ്ണമുണ്ട്. എല്ലാം അങ്ങനെ തന്നെ. ഞാൻ വ്യക്തമായി പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അങ്ങനെ ചില വിഭാഗമുണ്ട്. കോലത്തിലൊക്കെ നോക്കുമ്പോൾ വലിയ കുത്തുബുൽ അഖ്താബൊക്കെ ആയിരിക്കും, പക്ഷേ ഇറച്ചി തിന്നുന്ന വിഷയത്തിൽ സവാഉൻ കാന, ജാഹിലും കണക്ക് ആലിമും കണക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറയാ, പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ ആമീന, അള്ളാഹ് ആമീനയുടെ സ്വഭാവം അറിയാവോ, ഇപ്പൊ 5 കാമുകനാ എന്താ തുടങ്ങങ്ങോട്ട് ഇരുന്നിട്ട് സാലിഹത്തായ പെണ്ണുങ്ങളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാവിനെ സൂക്ഷിക്കണം. ഇത് നരകത്തിൽ കൊണ്ടുപോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബത്ത് കല്ലു വാരിയിട്ട് വായിക്കകത്തിട്ടിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടിട്ട് നടക്കുക. എന്തെന്നറിയോ? എന്തിനാ വായി കല്ലിട്ടത്? എന്തെങ്കിലും പറയുമോ? എന്തെങ്കിലും പറഞ്ഞു പോകുമോ? നാവ് കൊണ്ട് എന്തെങ്കിലും പാവങ്ങൾ പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് വായിക്കകത്ത് കല്ലിട്ടുകൊണ്ട് നടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മളോ 24 മണിക്കൂറും ഈ പശുവിന്റെ നാ പോലെ ഇങ്ങനെ അയവ് സംസാരം. അധികം സംസാരിക്കാൻ പാടില്ല എന്നാ, അധികമായിട്ട് സംസാരിക്കരുത്. മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു. പാപങ്ങൾ അധികരിക്കും. ഒരുപാട് സംസാരിക്കുമ്പോൾ പാപങ്ങൾ അധികരിക്കും. പാപങ്ങൾ അധികരിക്കുമ്പോൾ ഹൃദയം കല്ലായി പോകും, ഹൃദയം മരിച്ചു പോകും. ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആവശ്യമില്ലാത്തത് നാവ് കൊണ്ട് പറയരുത്. ഒരാളെ കുറിച്ചും, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച്, അൽ ഉലമാ വറസത്തുൽ അംബിയ, എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താം. അത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ കാണണം. നാട്ടുകാരുടെ ഇറച്ചി തിന്നുന്നത് പോലെ ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നരുത്. നാട്ടുകാരുടെ ഇറച്ചി തിന്നുന്നത് പോലെ പള്ളിയിലെ ഖതീബിന്റെ ഇറച്ചി തിന്നരുത്. കാരണം സാധാരണ ആൾക്കാരെ പോലെയല്ല ഉസ്താദന്മാർ. ഉസ്താദന്മാരുടെ എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നീ നേരെ ഉസ്താദിന്റെ റൂമിൽ പോയിട്ട് സലാം പറഞ്ഞ് കയ്യെ പിടിച്ചിട്ട് പറ, ഉസ്താദെ അതങ്ങനല്ല ഇങ്ങനെ, അതൊരു മാന്യതയാ. ഉസ്താദിന്റെ പോരായ്മകൾ അതൊക്കെ ഉസ്താദിന്റെ റൂമിൽ പോയി പറയണം. ഉസ്താദിന്റെ പോരായ്മ നാട്ടുകാരോട് പറയുന്നത് അത് നിനക്ക് ഉസ്താദിനോട് വേണ്ടാത്തതാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഉലമാക്കളുടെ ഇറച്ചി മോശമാ. ഉസ്താദന്മാരുടെ ഇറച്ചി സാധാരണ ഇറച്ചി പോലെയല്ല, വിഷം. ഉസ്താദന്മാരുടെ ഇറച്ചി വിഷമാണ്. ആ ഇറച്ചി തിന്ന അവസാനം വിഷമടിച്ച് ചാവുന്നവന്റെ അവസാനം അറിയാലോ. വിഷമടിച്ച് മരിക്കുന്നവന്റെ അവസ്ഥ, കണ്ണ് തെള്ളി മലമൂത്ര വിസർജനം നടത്തി വല്ലാത്ത അവസ്ഥയിലുള്ള മരണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരുടെ ഇറച്ചി വിഷമാണെന്ന് പറഞ്ഞത് സാധാരണ തിന്നണത് പോലെ കയറി തിന്നണ്ടെന്നാ പറഞ്ഞതിനർത്ഥം. ഉസ്താദന്മാരെ കുറിച്ച് ഒരാളെ കുറിച്ചും പറയരുത്. ഒരാളെ കുറിച്ചും ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ. എടാ, പള്ളിയിലെ ഉസ്താദ് ഒരു പാപം ചെയ്താൽ ആ ചെയ്തത് പറയാൻ നിനക്കെന്ത് അധികാരമുള്ള? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണൊരു പാപം ചെയ്ത അതാ ന്യായം. ചെയ്തതല്ലേ പറയുന്നത്, ചെയ്തത് പറയാൻ നിനക്ക് ആരാ അധികാരം തന്നത്? ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ. ഇവിടെ ഈ കല്യാണം മുടക്കികളൊക്കെ ഉണ്ടോ ഉസ്താദ്? ഉണ്ടോ? നിങ്ങൾ ഉസ്താദന്മാരാ, പറയാൻ പാടില്ലല്ലോ. കൊണ്ടോടാ ചെറുപ്പക്കാരെ.
കല്യാണം മുടക്കണ, കല്യാണം എന്നല്ലേ പറയാ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണം വരുമ്പോ മുടക്കാൻ ഒരു വിഭാഗം, പള്ളിയിലെ ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കാൻ അങ്ങനെ. എന്നിട്ട് പറയണ എന്തെന്നറിയോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഒരു ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. പടച്ചോനെ, ഒരു ചെറുപ്പക്കാരനെ കല്യാണാലോചന, ഒരു ചെറുപ്പക്കാരൻ പോയി ഒരു പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ആ പെണ്ണിന്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നു. അതങ്ങനെ കൂടുതലും പള്ളിയിലെ ഉസ്താദന്മാരുടെ അടുക്കലാ വരിക. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് വെച്ച് ഈ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പടച്ചനെ, ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അടിയാ, ഉള്ളത് പറഞ്ഞു കൊടുത്താൽ. കാരണം ഇവര് വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഉസ്താദിൻ്റെ അടുക്ക വന്ന് അന്വേഷിച്ചപ്പം ഉസ്താദ് നല്ലതല്ലെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവത്തില്ല. എന്നാൽ ഇതുപോലെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കാൻ പെണ്ണിന്റെ വീട്ടുകാർ വന്നു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ആദ്യം കണ്ട ഒരു കടയുണ്ട്. ആ കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അവിടെ നല്ല ഒരു താടിയുള്ള വാപ്പ. ആ വാപ്പാടെ ഇറച്ചി ഞാൻ തിന്നല്ല കേട്ടാ, ഒരു ഉപദേശം പറഞ്ഞു. ഇനി ഉസ്താദ് അയാളുടെ ഇറച്ചി തിന്നാന്നല്ല. ഒരു മനുഷ്യന്റെ കടയിൽ കയറിയിട്ട് ചോദിച്ചു, അതെ, ആ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട്, ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് എന്തെങ്കിലും പറയണം, അതവൻ അറിയണം. പിന്നെ കഞ്ചാവ് അടിച്ച് കള്ളു കുടിക്കുന്ന പിള്ളാരെയും കൊണ്ടുവന്ന് എന്നെ ഇടത്തിയിട്ട് തല്ലണം. അല്ലാണ്ട് എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതേ പറഞ്ഞേ, അവൻ കള്ളു കുടിക്കുന്നവന്, അവന്റെ കൂട്ടുകാര് കഞ്ചാവ് അടിക്കുന്നവന്, അവൻ വീട് കയറി തല്ലുന്നവന്. ഇത്രയും പറഞ്ഞിട്ട് പറയാ, എനിക്കൊന്നും അറിയത്തില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. അള്ളാഹു ഈമാൻ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയണോ? എടാ, നിങ്ങൾ ചില ആൾക്കാർ പറയുന്നത് കള്ളമൊന്നുമല്ല, ഇത്രേ പറയത്തുള്ളൂ. സിറാജോ വേണ്ട. ചില ഉപ്പാപ്പന്മാർക്ക് ഒരു പണിയില്ല, പള്ളിയുടെ മുന്നിൽ ഇരിക്കും, വന്നിട്ട് ചോദിക്കും, സിറാജ് എങ്ങനെ? ആ ചെറുപ്പക്കാരൻ, സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇയാൾ ആകാശത്തിലേക്കൊന്ന് നോക്കും, ഹർഷി നോക്കണ പോലെ, എന്നിട്ട് പറയും, വേണ്ടാന്ന്. ഇത്രേ ഉള്ളൂ. അവര് വന്ന വഴിയെ പോകും. ആ വേണ്ട എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ ചിന്തിക്ക്. ഈ അടുത്താണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടി, ഗൾഫിൽ ജോലിയായി. അപ്പൊ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് ചെറുപ്പക്കാരൻ? എങ്ങനെ? നല്ല ചെറുപ്പക്കാരനാ, സൽസ്വഭാവിയാണ്, മാതാപിതാക്കളെ വലിയ ഇഷ്ടമാണ്, 5 നേരം നിസ്കരിക്കും, എല്ലാ കാര്യങ്ങൾക്കും പോകുന്ന നല്ലൊരു ചെറുപ്പക്കാരനാ. പക്ഷെ ക്യാഷറായിട്ട് ഇരുത്തണ്ട. അല്ലാഹു എന്താ പറഞ്ഞേ? നിസ്കരിക്കും, നല്ല പയ്യനാ, മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുക, എല്ലാം ചെയ്യും, പക്ഷെ ക്യാഷറായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമുക്കും മക്കളില്ലേ? നമുക്കും പലരും വിളിച്ചിട്ട് പറയും, ഉസ്താദ് കരയ, എന്തെന്നറിയില്ല ഉസ്താദ്, എന്റെ നാട്ടുകാർ കല്യാണം മുടക്കുന്നു. എത്ര ആലോചന വന്നാലും മുടക്ക. വാപ്പ, നിനക്കും ഇല്ലേ പെമ്മക്കൾ? നിന്റെ മക്കളുടെ മക്കളില്ല. നാളെ അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരുമ്പോ അതിന്റെ വേദന നിനക്കറിയുള്ളൂ. അള്ളാഹു നമ്മുടെ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ നാവ്, അതിനെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ആ നാവിനെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മോശമായ കാര്യങ്ങൾ പറയുന്നതിനെ തൊട്ട് നിന്റെ നാവിനെ സൂക്ഷിക്ക്. കാണാത്തത് പറയരുത്. ഞാൻ പറഞ്ഞു വന്നത്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അവൾ ചെയ്തതല്ലേ ഞാൻ പറയണത്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരാൾ ചെയ്തതാണെങ്കിലും അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച പിന്നെ പറയാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം നിങ്ങളെ കുറിച്ച് പറയുന്നില്ല, ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്തെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ എന്തെങ്കിലും വല്ല പെണ്ണുപിടിയോ അല്ലെങ്കിൽ വല്ല മോഷണമോ എന്തെങ്കിലും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ക്ലിപ്പറക്കരുത്, അത്രയേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഈ നാട്ടിൽ വന്നു, ഞാനൊരു മോഷണം നടത്തി, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു, എല്ലാവരും എന്നെ പിടിച്ചു. എന്നിട്ട് 1 വർഷം കഴിഞ്ഞ്, കുറെ കാലം കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് പറയാടാ, അവൻ പണ്ട് ഇവിടുന്ന് മോഷണം നടത്തിയ കള്ളനാടാ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കിയാൽ ഉറങ്ങരുത് കേട്ടോ. ഞാൻ ചെയ്തതല്ലേ, ഞാൻ മോഷണം നടത്തിയതാ. ആ മോഷണം നടത്തിയ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു, റബ്ബേ ഞാൻ ചെയ്തത് തെറ്റാ, അല്ല എനിക്ക് പുറത്തതാ, അല്ല എനിക്ക് പുറത്തു തന്നു. കുറെ കാലം കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാര് പറയാ, ഓൻ കള്ളനാ, പണ്ട് ഇവിടെ നിന്ന് പൈസ മുട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയ, നീ എഴുതി വെച്ചോ, മരിക്കുന്നതിന് മുമ്പ് നീയും കള്ളനായിട്ടേ മരിക്കത്തുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നെ കളിയാക്കിയ അതേ രീതിയിൽ നിന്നെ ഈ നാട്ടുകാർ മുഴുവനും കളിയാക്കുന്ന ഒരു ദിവസം വരും. അള്ളാന്റെ റസൂൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ചെറുപ്പക്കാരാ, വളരെ നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലടാ പൊന്നുമോനെ. അതേ പാപം അല്ലാഹു നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നീ മരിക്കുന്നതിന് മുമ്പ് എന്നെ കള്ള എന്ന് വിളിച്ച നാട്ടുകാരും കുടുംബക്കാരും മക്കളും ഭാര്യയും എല്ലാവരും നിന്നെ കള്ള എന്ന് വിളിക്കുന്ന ഒരു ദിവസം വരികയാ. അതിന്റെ വേദന നീ അനുഭവിച്ചിട്ടേ മരിക്കൂ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് പറയുന്നു, സാലിഹത്തായ പെണ്ണുങ്ങളെ കുറിച്ച്, അവള് വ്യഭിചാരിയാണ്, അവള് മോശമായ പെണ്ണാണ്, അവൾക്ക് ഒരുപാട് കാമുകന്മാരുണ്ട്, പറയാ പാടില്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാത്തത് നീ പറയരുത്. നിനക്ക് ഉറപ്പ് വേണം ചെറുപ്പക്കാരാ, എന്തു പറഞ്ഞാലും നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യം നീ പറയരുത്.